പാമ്പളാനി പിതാവേ, ഒത്തിരി ബഹുമാനത്തോടെ സ്നേഹത്തോടെ നിങ്ങളെ കണ്ടിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഞാൻ എറണാകുളം ബസിലിക്ക ഇടവാങ്ങമായിരുന്നു. ഇപ്പം ഞാൻ UK-ലാണ്. സഭയ്ക്ക് വേണ്ടിയിട്ടും സഭയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും വളരെ ശക്തമായിട്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ യുവത്വം മുഴുവൻ മാറ്റിവെച്ച ഒരു മനുഷ്യനാണ് ഞാൻ. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പം ദയവ് ചെയ്ത് പാമ്പളാനി പിതാവേ, നിങ്ങൾക്ക് ഈ സഭയിൽ ഈ ഒരു സമയത്ത് പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. നിങ്ങൾ ചേർത്ത് പിടിക്കുന്ന ആൾക്കാർ എങ്ങനെയുള്ളവരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെയും സഭയെയും സമൂഹത്തെയും നശിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു അപകടത്തെയാണ് നിങ്ങൾ ചേർത്ത് പിടിക്കുന്നത്. ഈ പറയുന്ന പോലെ എന്നാ സ്വയം മരിക്കാനായിട്ട്, അതായത് ഈ ബോംബ് വെച്ച് കെട്ടി നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതിനെന്നാ പറയുന്നത്, അങ്ങനത്തെ പോലുള്ള അവസ്ഥയിലുള്ള ആൾക്കാരാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ. ഇവരെ കണ്ടും കേട്ടും വളർന്ന ആളാണ് ഞാൻ. എനിക്കറിയാം ഈ വിമത അച്ഛന്മാരുടെ സ്വഭാവം എന്നാണെന്നും അവരുടെ രീതി എന്നാണെന്നും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ പ്രചോദനം എന്നാണെന്നും. പക്ഷേ അവരെ ചേർത്ത് പിടിക്കാനായിട്ട് നിങ്ങൾ അമിത താല്പര്യം കാണിക്കുമ്പോൾ അവരെ ഉപേക്ഷിക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. പാപം ചെയ്യുന്നവൻ ഓക്കെ, അവരും നമ്മുടെ കൂട്ടത്തിൽ ചേർത്ത് നിർത്തുക, അവരെ അതൊക്കെ ചെയ്തോട്ടെ. പക്ഷേ സഭയെന്ന് പറയുന്ന ഈ വലിയ സഭാഗാത്രത്തെ നശിപ്പിക്കാനായിട്ട് ഒരു കൂട്ടർ ശ്രമിക്കുമ്പം ഒറ്റക്കെട്ടായിട്ട് കൂടെ നിൽക്കേണ്ട ബിഷപ്പുമാർ ഒന്നിച്ച് നിൽക്കുക, സഭാ നേതൃത്വം ഒന്നിച്ച് നിൽക്കുക. 35 രൂപതകളിൽ 34 രൂപതയും ബാക്കി എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി, അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ മാറ്റിവെച്ചിട്ട് ഈ ഒരു ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടിയിട്ട് നിലകൊണ്ടപ്പോൾ അതിനെതിരായിട്ട് നിന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പുരോഹിതരും അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ അൽമായ ആൾക്കാരുമാണ്. അവരുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ടറിയാം. അവരുടെ താല്പര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പിതാവിനോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഇടയന്ത്രത്ത് ഇതുപോലുള്ള ആൾക്കാരുടെ ഫണ്ട് മേടിച്ച് ആണ് പാമ്പളാനി പിതാവ് ഈ കാര്യങ്ങൾക്ക് കുടപിടിക്കുന്നത് എന്നുള്ള ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പം നിങ്ങളെ മനസ്സിലാക്കി, എനിക്കറിയത്തില്ല, നമ്മൾ തമ്മിൽ നേരിട്ട് പരിചയമില്ല, പക്ഷെ എന്നാലും നിങ്ങളെ ശ്രവിക്കുകയും നിങ്ങളുടെ ഒരു ജൂനിയർ ബിഷപ്പ് എന്നുള്ള രീതിയിൽ തൊട്ട് എനിക്ക് ഒത്തിരി താല്പര്യത്തോട് കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളുടെ ഈ സമീപനത്തോട് ഒത്തിരി വിയോജിപ്പുണ്ട്. നിങ്ങൾ ചിന്തിക്കാൻ പറ്റുന്നെങ്കിൽ ചിന്തിച്ചു നോക്കുക. നിങ്ങൾ സഭയെ ഒന്നിച്ചു നിർത്താനായിട്ട് ശ്രമമാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നെങ്കിൽ ഞങ്ങളുടെ വിശ്വാസികൾ 100% എന്ത് വില കൊടുത്ത് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും. പക്ഷേ നിങ്ങൾ ഈ 450 അച്ഛന്മാരെയും അവരെ പിന്തുണയ്ക്കുന്ന കുറേ ഗുണ്ട സ്വഭാവമുള്ള കുറേ ആൾക്കാരുമാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒത്തിരി വില കൊടുക്കേണ്ടി വരും. അത് നിങ്ങൾ മാത്രമല്ല, സഭയ്ക്ക് മൊത്തത്തിൽ നഷ്ടമായിരിക്കും. സഭയുടെ ചരിത്രത്തിൽ അത് മാറാത്ത വലിയ മുറിവായിട്ട് കിടക്കും. നിങ്ങൾ ഈ പറയുന്ന പോലെ വലിയ സംഭവമൊന്നുമല്ല. 450 അച്ഛന്മാർ ഒരു രൂപതയൊന്നും സീറോ മലബാർ സഭയിൽ നിന്ന് വിട്ടുപോയാൽ അങ്ങ് വലിയ സംഭവം ഉണ്ടാകുമെന്നൊന്നുമില്ല. ഇവരൊക്കെ സഭയുടെ നിലപാട് ഇതാണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് തിരിച്ചു വരുന്ന സമയം വരും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. നമ്മളവർ തിരിച്ചു വരുന്നുണ്ട്. ഈ സ്വത്തിനോ സമ്പത്തിനോ വേണ്ടിയിട്ടല്ല. അവരുടെ ആശുപത്രിയും അവരുടെ സ്വത്തും അവരുടെ പള്ളികളും ഇവരെടുത്തോട്ടെ. അങ്ങനൊരു ഫോർമുല നിങ്ങൾ ഉണ്ടാക്കുക. എന്തിനാണ് ഇവരെ ഈ ഇല്ലിസിറ്റ് ആണെന്ന് പറയുന്ന കുർബാന നിങ്ങൾ വീണ്ടും അതിനെ ന്യായീകരിക്കേണ്ട കാര്യം എന്നാ? നിങ്ങൾക്ക് ഒരു കുർബാന ചൊല്ലിയാൽ മതി, ബാക്കിയെല്ലാം ഇഷ്ടം പോലെ ചെയ്തോട്ടെ, കൂതാശകളെല്ലാം അവർക്ക് ഇഷ്ടം പോലെ ചെയ്തോട്ടെ. ഇതിനകത്തൊക്കെ എന്നാ അർത്ഥം? പിന്നെ ഇതിനകത്തിന് ഇങ്ങനെ ഈ കൂതാശകൾക്ക് എന്നാ വിലയുള്ളത്? നിങ്ങളെപ്പോലുള്ളവർ ഈ കൂതാശകളുടെയും സഭയുടെ പാരമ്പര്യത്തെയും സഭയുടെ ഇതുപോലുള്ള കാര്യങ്ങളെ നിങ്ങൾ നശിപ്പിക്കുക. നിങ്ങൾ ചെയ്തു നിങ്ങളുടെ താല്പര്യം. നിങ്ങൾ ഈ ഒരു സ്ഥാനത്ത് വന്നപ്പം ഞാൻ നിങ്ങളിൽ കുറച്ചുകൂടെ ഉയർന്ന ചിന്താഗതി മനോഭാവമാണ് പ്രതീക്ഷിച്ചത്. എനിവേ, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. കേൾക്കാൻ സമയമുണ്ടെങ്കിൽ കേൾക്കുക. എനിക്കറിയാം നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. നിങ്ങൾ എന്നെ കേൾക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷേ എൻ്റെ കടമ ഞാൻ നിർവഹിച്ചതേ ഉള്ളൂ. ഞാൻ പിതാവിനുള്ള എല്ലാ ബഹുമാനവും ഇത് നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുന്നത്, സഭ, സീറോ മലബാർ സഭ ഇന്ന് ഞങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് എനിക്കറിയാവുന്ന, ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ മനുഷ്യർ എങ്ങനെയാണ് ഒരു
കൂട്ടായ്മ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് ഞങ്ങളൊരു പള്ളി വാടകയ്ക്ക് എടുത്ത് ഞങ്ങൾ അല്ലെങ്കിൽ അവിടെ എല്ലാ ആഴ്ചയിലും കുർബാനയ്ക്ക് ഒരു അച്ഛന് വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു. ഇങ്ങനൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന സമൂഹമാണ് ഞങ്ങൾ, പ്രവാസി സമൂഹം എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ സഭയെ ഇവിടുത്തെ എന്നാ പറയുന്നത്, കത്തോലിക്ക സഭ നശിച്ച് ഇവരുടെ പള്ളികളും കാര്യങ്ങളും 8, 9 അമ്മച്ചിമാരും അപ്പച്ചന്മാരും 90 വയസ്സും 80 വയസ്സും ഒക്കെയുള്ള ആൾക്കാർ മാത്രം വന്നുകൊണ്ടിരിക്കുന്ന പള്ളികൾ നമ്മളത് ലൈവാക്കി നമ്മളെപ്പോലുള്ള സിറോ മലബാർ സഭയിലുള്ള ആൾക്കാർ വന്നിട്ട് അത് ഏറ്റെടുത്ത് അല്ലെങ്കിൽ അവരുടെ പള്ളി ഹയർ ചെയ്തിട്ട് നമ്മളെല്ലാ ആഴ്ചയിലും അവിടെ കുർബാന നടത്തുന്നു, അവിടെ പരിപാടികൾ നടത്തുന്നു, കാര്യങ്ങൾ നടത്തുന്നു. അങ്ങനെയെങ്കിൽ ഇതുപോലെ എനിക്ക് പരിചയമുള്ള 10-12 ഇടവകൾ ഞങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. പള്ളികൾ മേടിക്കുന്നവർ, ഇംഗ്ലീഷ് പള്ളികൾ അവർ മേടിച്ച് ഇത് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ ആദിമ ക്രൈസ്തവ സമൂഹം. അതെങ്കിൽ നിങ്ങളൊക്കെ ഈ മലബാറിലൊക്കെ കുടിയേറ്റ ആൾക്കാരുടെ വ്യക്താക്കളാണല്ലോ നിങ്ങളൊക്കെ. അപ്പോൾ അവരൊക്കെ ചെയ്തതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പം ഇത് നാട്ടിൽ നിന്ന് ഈ കുന്തളിപ്പെന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇതൊന്നും ഇല്ലാതെ ഞങ്ങളെ കൊണ്ട് കിട്ടുന്ന പോലെ ഞങ്ങൾ വരുമാനമൊക്കെ ഉപയോഗിച്ച് ഞങ്ങളുടെ രൂപത ഉണ്ടാക്കുന്നു, രൂപതയ്ക്ക് പാസ്റ്റർ സെൻറ്റർ ഉണ്ടാക്കുന്നു, പള്ളികൾ മേടിക്കുന്നു, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം തിന്നിട്ട് എല്ലിനിടെ കയറുന്ന ഒരു സാഹചര്യം എറണാകുളത്തെ അച്ഛന്മാർക്ക്. ഇതെങ്ങനെ ചിലവാക്കണമെന്ന് അറിയത്തില്ല. കാരണം ഓരോ ദിവസവും കിട്ടുന്ന വരുമാനം എനിക്കറിയാം. ലിസി ഹോസ്പിറ്റലിൽ എൻ്റെ അവിടെ എനിക്ക് വളരെ അടുപ്പമുള്ള ആള്, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഒരാളെ എനിക്കറിയാം. ഒരു ദിവസം വരുന്ന വരുമാനം ഡയറക്റ്റ് വരുന്നതും ഇൻഡയറക്റ്റായിട്ട് വരുന്നതും ഒക്കെ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. ഇതൊക്കെ അനുഭവിച്ചും അതിൽ മതിമറന്നും ജീവിച്ച ഒരു സമൂഹമാണ് എറണാകുളത്തെ അച്ഛന്മാരെന്ന് പറയുന്ന സമൂഹം. പാവപ്പെട്ട ഇടവകളിൽ, പാവപ്പെട്ട രൂപതകളിൽ ജീവിക്കുന്ന അച്ഛന്മാരെ പോലല്ല. ഇവർക്ക് ആരെയും മൈൻഡ് ചെയ്യണം. ബിഷപ്പല്ല, കർദിനാളല്ല, മേജർ ആർച്ച് ബിഷപ്പല്ല, ആരും ഇവർക്ക് മൈൻഡ്. കാരണം അവിടെ പൈസ ഉണ്ട്. അതാണ് അവരുടെ ലക്ഷ്യം, അവരുടെ ഉദ്ദേശം അതാണ്. ഒരു സ്പിരിച്വാലിറ്റിയിൽ സത്യസന്ധമായിട്ട് ഞാൻ പറയാം, ആധ്യാത്മികത എന്ന് പറയുന്നത് ലെവലേശമില്ലാത്ത ഒരു സമൂഹമാണ് എറണാകുളത്ത്. അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പാമ്പ്ളാനി പിതാവ് മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ പാമ്പ്ളാനി പിതാവിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് കരിയിൽ പിതാവിൻ്റെത് അവസ്ഥയായിരിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് മാത്രം ഞാൻ തരുന്നു. പിതാവിനെ കേൾക്കാൻ ചെവിയുണ്ടെങ്കിൽ കേൾക്കുക, അല്ലെങ്കിൽ വിട്ടേക്കുക. താങ്ക് യു വെരി മച്ച്. ജോർജ് ഫ്രം UK.